ചൈനീസ് ഹ്രസ്വ വീഡിയോ ആപ്പായ ടിക്ടോക്കിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പായി മാറി മെറ്റയുടെ കീഴിലുള്ള ഇൻസ്റ്റഗ്രാം. ടിക്ടോക്കിന്റെ വരവോടെ യുവാക്കൾക്കിടയിലെ സ്വീകാര്യതയിൽ ഇൻസ്റ്റയ്ക്ക് ഇടിവ് സംഭവിച്ചിരുന്നു. എന്നാൽ റീൽസ് വീഡിയോ ഫീച്ചർ അവതരിപ്പിച്ചതാണ് ഇൻസ്റ്റഗ്രാമിന് അതിനെ മറികടന്നത്. 2020-ലായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ റീൽസ് എന്ന പേരിൽ ഹ്രസ്വ വീഡിയോ ഫീച്ചർ ലോഞ്ച് ചെയ്തത്. യുഎസിൽ ഇൻസ്റ്റഗ്രാമിന് വലിയ സ്വീകാര്യത നേടിയെടുക്കാൻ ഈ ഫീച്ചർ സഹായിച്ചു. 2023-ൽ 76.7 കോടി തവണയാണ് ഇൻസ്റ്റഗ്രാം ആഗോളതലത്തിൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടത്. മുൻ വർഷത്തേക്കാൾ 20% വളർച്ച. അതേസമയം ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്യപ്പെട്ടത് 73.3 കോടി തവണയുമായിരുന്നു. ടിക്ടോക്കിന്റെ വളർച്ച 4% മാത്രമാണ്. 2018 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ടിക്ടോക്കിനായിരുന്നു ഏറ്റവും ജനപ്രീതി. ഹ്രസ്വ വീഡിയോ ഷെയറിംഗ് ഫീച്ചറായ റീൽസ്, ഫോട്ടോ ഷെയറിംഗ്, സ്റ്റോറീസ് അടക്കമുള്ള സേവനങ്ങളിലൂടെയാണ് ഇൻസ്റ്റഗ്രാം വീണ്ടും സ്വീകാര്യത നേടിയതെന്ന വിപണി വിശകലന സ്ഥാപനമായ സെൻസർ ടവറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. US കമ്പനിയായതും ഇൻസ്റ്റഗ്രാമിന് നേട്ടമായി. സെൻസർ ടവർ റിപ്പോർട്ട് അനുസരിച്ച് ഇൻസ്റ്റഗ്രാമിന് 150 കോടി പ്രതിമാസ സജീവ ഉപഭോക്താക്കളുണ്ട്. ടിക്ടോക്കിന് 110 കോടിയോളമാണുള്ളത്. ടിക്ടോക്കിന് ഏറെ ജനപ്രീതിയുണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. ചൈനീസ് പേരുകൾ കാരണം ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചതോടെ വലിയൊരു യൂസർ ബേസ് ആണ് ടിക്ടോക്കിന് നഷ്ടമായത്. അതേസമയം യുഎസിലും ടിക്ടോക്ക് നിരോധന ഭീഷണി നേരിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.